ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, ചേച്ചി ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ഇസബെല്ലയും കെവിനും ഋഷിയും ചേർന്ന് കളിച്ച ഒരു ഒന്നാന്തര നാടകമായിരുന്നു ഇത്. നന്ദേട്ടനെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് അവർ ഓരോ നേട്ടങ്ങളും നേടിയത്. ഇതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശങ്ങളുണ്ട്. കെവിൻ്റെ ബുദ്ധിയായിരുന്നു ഇത്. നന്ദേട്ടൻ ഋഷിയെ തല്ലി വീഴ്ത്തിയത് വരെ ശരിയാണ്. ബാക്കിയെല്ലാം അവർ എഴുതിയ നാടകമായിരുന്നു. ഇതിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നന്ദേട്ടൻ. രാധിക ഇതിനിടയിൽ കയറി പറയാണ്, ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട. ഇത് കേട്ട ദേവിക, അമ്മേ അവൾ ഇങ്ങനെയൊരു നുണ പറയില്ല. ശാരി, നീ ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞു? ശാരിക പറയാണ്, അതൊക്കെ എവിടുന്നോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. എത്രയും പെട്ടെന്ന് ഹരിവക്കീലിനെയും സിദ്ധാർത്ഥങ്ങളിനെയും എല്ലാവരെയും ഈ കാര്യം അറിയിക്കണം. ദേവിക പറയാണ്, അതിനേക്കാൾ മുൻപായിട്ട് DYSP ഐസക്കിനെയാണ് അറിയിക്കേണ്ടത്. ഇത് കേട്ട് ശാരിക ചിരിക്കുന്നു. അത് കണ്ട് ദേവിക ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താ കാര്യം? ശാരിക, ചേച്ചി അയാളാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ. കെവിനും ഇസബെല്ലയ്ക്കും ഋഷിക്കുമൊക്കെ ഈ പ്ലാനുകൾ ഉണ്ടാക്കി കൊടുത്തത് അയാളാണ്. ഐസക് ഇസബെല്ലയുടെ സ്വന്തം അച്ഛൻ്റെ അനിയനാണ്, അതായത് അവരുടെ പാപ്പനാണ്. പ്രകാശനും ഋഷിയും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ഋഷി പറയാണ്, എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? പ്രകാശ്, അതൊക്കെ പറയാം. നന്ദൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇത് ചെയ്തത്. പക്ഷേ നന്ദൻ എന്നോടൊപ്പം ഉണ്ട്. എല്ലാത്തിനും ഉത്തരം നിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ഭാഗ്യമുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് തിരിച്ചുപോയി നിന്റെ അമ്മയെ കാണും. അവർ കാരണം ജീവിതം നശിച്ച ആളാണ് ഞാൻ. ഋഷി പറയാണ്, എൻ്റെ അമ്മ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നശിപ്പിച്ചത്? പ്രകാശ്, എല്ലാ കഥയും കൂടി ഇപ്പോൾ കേൾക്കണ്ട. ഇത് നിനക്കുള്ള ഡ്രസ്സാണ്. നിനക്ക് പുതിയ റൂമും കിടക്കയും വാഷ്റൂമും എല്ലാം ഇവിടെയുണ്ട്. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ കുക്കുമുണ്ട്. അതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും. ഗുണ്ട പ്രകാശ് പോയ ശേഷം പറയാണ്, ദേ സാർ, അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി വളച്ചൊടിക്കാൻ നോക്കേണ്ട. തല അടിച്ചു പൊട്ടിക്കും. അടുത്ത രംഗത്ത് ചന്ദ്രോത്ത് വീട്ടിലെ ചർച്ചയാണ് കാണിക്കുന്നത്. ദേവികയും സിദ്ധാർത്ഥും പ്രഭാവതിയും തമ്മിൽ. ദേവിക പറയാണ്, ഇസബെല്ലയുടെയും കെവിൻ്റെയും ഋഷിയുടെയും വൃത്തികെട്ട നാടകമായിരുന്നു ഇതെല്ലാം. ഇത് കേട്ട പ്രഭാവതി, ഇല്ല, ഞാൻ ഇതൊരിക്കലും ക്ഷമിക്കില്ല. എനിക്ക് ആ അരുന്ധതിയെ കാണണം. അവളാണ് ഇതിന് പിന്നിൽ. ഇത് കേട്ട ദേവിക പറയാണ്, അമ്മേ, ഇപ്പോൾ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. പ്രഭാവതി, സിദ്ധുവാ, നമുക്ക് ആ അരുന്ധതിയെ കണ്ട് നമ്മുടെ മോൻ എവിടെയെന്ന് ചോദിക്കാം. എനിക്ക് പത്രസമ്മേളനം വിളിക്കണം, എല്ലാവരെയും അറിയിക്കണം. സിദ്ധാർത്ഥ് പറയാണ്, വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമ്മൾ സത്യം അറിഞ്ഞു എന്ന് കെവിനും ഇസബെല്ലയും അറിഞ്ഞാൽ നമ്മുടെ മോൻ്റെ ജീവൻ അപകടത്തിലാവും. ദേവിക പറയാണ്, അതെ അമ്മേ, അവർ നമുക്ക് തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. ഐസക്കിനെയും വകവരുത്തണം. നന്ദുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. സിദ്ധാർത്ഥും പ്രഭാവതിയും പറയാണ്, മോൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? ശാരികയ്ക്ക് എവിടുന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്? ദേവിക പറയാണ്, കൃത്യമായ പ്ലാൻ ആയിട്ടില്ല. ശാരികയോട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അടുത്ത രംഗത്തിൽ മുരളിയും ഗൗരിയും ഭാർഗവിയമ്മയും തമ്മിലുള്ള തർക്കത്തെപ്പറ്റിയാണ് കാണിക്കുന്നത്. ഗൗരി പറയാണ്, അമ്മയും പ്രഭയും ഒക്കെ ഇപ്പോൾ പ്രകാശിനെ വാനോളം പുകഴ്ത്തുകയാണ്. മുരളി, അത് അവരുടെ ബുദ്ധിശൂന്യതയാണ്. ഒരിക്കൽ തെളിവുകൾ സഹിതം ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് അവൻ. അവൻ വന്ന് ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ പറ്റുമോ? ഈ സമയം ഭാർഗവിയോടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. കാര്യങ്ങളൊക്കെ തലകീഴായി മറിയാൻ പോവുകയാണ്. ഇതിന് പിന്നിൽ അരുന്ധതി തന്നെയാണ്. ഇത് കേട്ട മുരളി പറയാണ്, ഒരിക്കലുമല്ല, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രകാശനൊരു വൃത്തികെട്ടവനാണ്. ഗൗരി ഭാർഗവി പോയ ശേഷം പറയാണ്, ഈ പ്രകാശൻ തിരിച്ചു വന്നിരിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടെയാണ്. ചന്ദ്രോത്ത് വീട്ടു ശാപം മാറുന്നില്ലല്ലോ. ശാരികയുടെ വിവരങ്ങൾ ചോദിക്കുകയാണ് ദേവിക. ദേവിക പറയാണ്, നീ കാരണം വലിയൊരു കേസാണ് തെളിഞ്ഞിരിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ശാരി. ഇത് കേട്ട ശാരി പറയാണ്, ചേച്ചി എന്നോട് നന്ദി പറയണ്ട. ഞാൻ ജീവിക്കുന്നത് ചേച്ചിക്ക് വേണ്ടിയാണ്. അതിനായി ഏതറ്റം വരെയും പോകും. ഇത് കേട്ട ദേവിക പറയാണ്, എങ്കിൽ മോൾ പറയും, ഏത് സോഴ്സിൽ നിന്നാണ് നിനക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്? ഞങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത സത്യങ്ങൾ നീ എങ്ങനെ കണ്ടെത്തി? മാധവനും രാധികയും പറയാണ്, അത് നീ പറയണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയൂ. തുടർന്ന് ശാരിക കെവിനുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.